അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രത്ത് പാണമലയിലുള്ള കൊച്ചിൻ കൂളേഴ്സ് കാറിൻ്റെ AC ഒക്കെ റിപ്പയർ ചെയ്യുന്ന ഷോപ്പാണ് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ഓൾട്ടോയുടെ AC കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഷോപ്പ് വരുന്നത് പാണമലയിൽ നിന്ന് പാറോട്ടോണ് പോകുന്ന വഴിക്ക് ഒരു ചെറിയ മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഉണ്ട്. അപ്പോൾ അവിടെയായിട്ടാണ് കേട്ടോ ഈ ഷോപ്പ് വരുന്നത്. അപ്പോൾ പലർക്കും ഡൗട്ടുള്ള കാര്യമാണ് കേട്ടോ ഈ സാധാ വർക്ക്ഷോപ്പിൽ പോയ AC വർക്ക് ചെയ്യുക എന്നുള്ളത്. സാധാ വർക്ക്ഷോപ്പിൽ ചെയ്തില്ല, നമുക്ക് AC ചെയ്യാനായിട്ട് പ്രത്യേകം ടീമുണ്ട്. അത് ട്രിവാൻഡ്രത്തിൽ 3-4 നല്ല വലിയ ടീമുകളുണ്ട് കേട്ടോ. നമ്മൾ അതിൽ ഒരാൾ പണ്ട് 35 വർഷമുള്ള ഷോപ്പാണ് കേട്ടോ കൊച്ചിൻ കൂളേഴ്സ്. അപ്പോൾ അവിടെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. പിന്നെ നമ്മുടെ ഓൾട്ടോയുടെ AC വർക്ക് അല്ല പൈപ്പ് ലീക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് ക്ലിയർ ആക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ടുള്ളതാണ്, നമ്മൾ സാധാ വർക്ക്ഷോപ്പിൽ പോയി ACയുടെ വർക്കുകൾ ചെയ്യത്തില്ല. AC വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ വേറെ ഷോപ്പിൽ തന്നെ പോകേണ്ടി വരും. അപ്പോൾ ഇത് കൊച്ചിൻ സൂപ്പർ കൂളേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് പാണമല ഉള്ളതാണ് കേട്ടോ. നമ്മൾ വണ്ടി നോക്കേണ്ട അവിടെയാണ് നിൽക്കുന്നത്. ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു ഓട്ടോ ഗ്യാസ് കൺവേർഷൻ സെൻറ്റർ കൂടെ ഉണ്ട് കേട്ടോ. നമ്മുടെ പാർക്കിൽ ആവശ്യം വരുന്നോട്ടെന്ന് വിചാരിച്ച് വീഡിയോ എടുത്തതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ACയുടെ പരിപാടികൾ നോക്കാം. അപ്പോൾ ഈ ഒരു ഷോപ്പ് തുടങ്ങിയിട്ട് ഏകദേശം 35 വർഷമായി കേട്ടോ. ഞാൻ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യാൻ പറഞ്ഞു ഗ്യാസ് ലീക്കാണ്. നമ്മുടെ ഈ കൊച്ചിൻ സൂപ്പർ കോളേജിൻ്റെ കോൺടാക്റ്റ് വേണമെങ്കിൽ ഇതിൽ കോൺടാക്റ്റ് ഉണ്ട്, വിളിച്ചാൽ മതി. എന്തായാലും നല്ല സർവീസ് തന്നെ ആയിരുന്നു കേട്ടോ. എന്താ നമുക്കിപ്പോൾ ഏകദേശം ഇവരുടെ ഷോപ്പ് തുടങ്ങിയിട്ട് 35 വർഷത്തോളമായി കേട്ടോ. ഇവിടെ വന്നിട്ട് 12 വർഷമായി. ഓൾറെഡി 35 വർഷമായിട്ടുള്ള ഷോപ്പാണ്. പഴയ ഷോപ്പ് നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള സ്റ്റാഫൊക്കെ തന്നെയാണ്. ഇത് വന്നിട്ട് ചെറിയൊരു ഇൻഡസ്ട്രിയൽ ഉണ്ട്. അതൊരു എനിക്ക് 10-20 കമ്പനികളുണ്ട്. അപ്പം നമ്മുടെ വണ്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വണ്ടി എടുത്തില്ല, അപ്പം വണ്ടി എടുക്കണം. എന്തായാലും വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇതൊക്കെ AC കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ നല്ല AC ചെയ്യുന്ന ഷോപ്പിൽ തന്നെ കൊടുക്കുക. 4-5 ഷോപ്പുകളുണ്ട് കേട്ടോ ട്രിവാൻഡ്രത്ത് ഫേമസ് ആയിട്ടുള്ള. ഇതൊക്കെ പഴയ ഷോപ്പുകളാണ്. അപ്പോൾ എനിക്ക് പുള്ളിയെ നേരത്തെ ഇതിൻ്റെ ഓണർ മിഥുൻ ബ്രോ ആണ്. മിഥുൻ എനിക്ക് നേരത്തെ അറിയാം. അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടിയുടെ സർവീസ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് വണ്ടി എടുത്ത് നോക്കാം എന്തായാലും കേട്ടോ. ACയുടെ കംപ്രസർ ബെൽറ്റൊക്കെ നേരത്തെ പോയതായിരുന്നു. പക്ഷേ നേരത്തെ നമുക്ക് AC കോണൊക്കെ വേറൊരു സൗണ്ട് തന്നെയായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ട്. എന്തായാലും നല്ല കൂളിംഗ് ഉണ്ട് കേട്ടോ. പഴയതിലും നേരത്തെ തൊട്ടും കൂളിംഗ് ഇല്ല. നമ്മുടെ കൂളിംഗ് കോയിൽ, സെക്ഷൻ ഹോസ്, കണ്ടൻസർ ബെൽറ്റ് എല്ലാം കംപ്ലയിൻ്റ് ആയിരുന്നു. ഏകദേശം നമ്മുടെ വണ്ടി ഇപ്പോൾ 12 വർഷമായി കേട്ടോ. നമ്മളിതുവരെ ACയുടെ ഒരു മെയിൻ്റനൻസ് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഒരു പ്രാവശ്യം ഗ്യാസ് ഫില്ല് ചെയ്തായിരുന്നു. അന്നും പൈപ്പ് ലീക്ക് ഉള്ളത് കാരണം നമ്മളിവിടെ തന്നെയാണ് ചെയ്തത്. അന്ന് അവർ പറഞ്ഞാണ് കംപ്ലയിൻ്റ് ആണ്, ക്ലിയർ ആണ്. ഞാൻ എന്നിട്ട് ക്ലിയർ ചെയ്ത് വെച്ചു, ഗ്യാസ് ഫില്ല് ചെയ്ത് ഓടിച്ചതാണ്. നമ്മുടെ വണ്ടി ഏകദേശം 12 വർഷമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിതുവരെ അങ്ങനെ ACക്ക് കംപ്ലയിൻറ്റ് വരും ഒരു പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് ജസ്റ്റ് നമ്മൾ വണ്ടി ഒന്ന് വർക്കിന് കയറ്റിയത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ മിക്ക ആൾക്കാർക്കും ഡൗട്ടുള്ളതാണ്. നമ്മൾ നോർമൽ വർക്ക്ഷോപ്പിൽ പോയി നമ്മൾ ACയുടെ വർക്ക് ആൾക്കാർ എവിടെയും ചെയ്യത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഷോപ്പുകളിലാണ് ACയുടെ വർക്ക് ചെയ്യാനായിട്ട് 4 വീലറിൻ്റെ ചില സെപ്പറേറ്റ് ഷോപ്പുകളുണ്ട്. അപ്പോൾ എന്തായാലും എന്തെങ്കിലും AC റിലേറ്റഡ് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരുവാണെങ്കിൽ നമ്മുടെ കൊച്ചിൻ സൂപ്പർ കൂളേഴ്സ്, അപ്പം അവിടെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ലൊക്കേഷൻ വന്നിട്ട് നമ്മുടെ പരുത്തിപ്പാറയുണ്ട്. പരുത്തിപ്പാറയിൽ നിന്ന് പാറോട്ടോണം പോകുന്ന വഴിക്ക് ഒരു മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഉണ്ട്. അതിൻ്റെ അകത്തായിട്ടാണ് വരുന്നത് കേട്ടോ.